ശ്രീ ചിത്രസേനൻ. ഇവിടെ ഇപ്പോൾ പിണറായി വിജയനെ പുകഴ്ത്തി ഇങ്ങനെ ഒരു ഗാനം എഴുതണം എന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ താങ്കളോട് പറഞ്ഞതാണോ അതോ എഴുതി വന്നപ്പോൾ സ്തുതിഗതമായി പോയതാണോ? എന്താ ഇവിടെ നിന്റെ മുറച്ചെറുക്കന്റെ പ്രണയലേഖനം ആദ്യമേ പറയട്ടെ, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, നമ്മുടെ സുവർണ ജൂബിലി മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു വിപ്ലവഗാനം എഴുതണം. അതിൽ മുഖ്യമന്ത്രിയെ കൂടെ സൂചിപ്പിച്ചോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ അയാൾ മരിച്ചു പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ശരി എഴുതാൻ തീരുമാനമെടുത്തു. എഴുതി തുടങ്ങിയപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ചിത്രം എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. പറ്റിപ്പോയടാ, വേണ്ട വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തെ സംരക്ഷിച്ച് നിർത്തുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടി, കേരളത്തിലെ അതായത് ദരിദ്ര വിഭാഗത്തിന് വേണ്ടി സംരക്ഷകനായി നിൽക്കുന്ന പിണറായി എന്ന ആ വ്യക്തി. ഈ ഡയലോഗ് ഗായത്രിക്ക് ആള് മാറി എന്നാ തോന്നുന്നത്. ഞാൻ സൂപ്പർ സ്റ്റാർ സരോജ് കുമാറാണ്. കമ്മ്യൂണിസ്റ്റുകാർ സാധാരണ നിലയിൽ കാണുന്നത് ഞങ്ങളൊരു ആശയമാണ്. ആ ആശയത്തെ പ്രതിനിധീകരിച്ച് ഓരോ സ്ഥാനങ്ങളിൽ ഓരോ ആളുകൾ ഉണ്ടാകും. അവരുടെ വ്യക്തിപരമായ മേന്മയല്ല എന്നാണ് കാണുന്നത്. പിണറായി വിജയൻ തന്നെ ഒരിക്കൽ വി എസ് അച്യുതാനന്ദനെ പരോക്ഷമായി പരാമർശിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രസ്ഥാനം എന്ന മഹാസമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് തിരയാവുന്നത്, അല്ലെങ്കിൽ ബക്കറ്റിലെ വെള്ളം പോലെ ആകും എന്ന്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എന്നാ എനിക്കത് ഓർമ്മയില്ല. പ്രസ്ഥാനം, അതിന്റെ ആശയം തുടങ്ങിയ കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് സാധാരണ നിലയിൽ ഏറ്റവും മുകളിൽ വരുന്ന കാര്യം. വ്യക്തികൾ ആ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രം നടപ്പിൽ വരുത്താനുള്ള ഉപകരണങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ പിണറായി വിജയനാണ് ഇതിന്റെ ഒക്കെ ഈ പറഞ്ഞ രക്ഷകർത്തൃത്വ മൂർത്തിമദ്ഭാവം എന്ന് താങ്കൾക്ക് എങ്ങനെയാണ് തോന്നിയത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അതായത് കേരളത്തിലെ അസറണ്ടറെ സറണ്ടറാക്കി മാറ്റുന്നതിൽ കൈയെടുത്ത്, അതായത് വീണ്ടും പോകുന്ന ഒരു കുട്ടിയെ കൈയെടുത്ത് സഹായിക്കുന്ന ഒരു രക്ഷകർത്താവിന്റെ സ്ഥാനത്താണ് ഞാൻ മുഖ്യമന്ത്രിയെ കാണുന്നത്. ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കില്ലേ വേഗമോളെ. എന്തെങ്കിലും പറ്റിയ എല്ലാവരും എന്നോട് ചോദിക്കത്തുള്ളൂ. അതൊരു വ്യക്തിയാണോ, പ്രസ്ഥാനമാണോ, വിശ്വാസമാണോ? അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എല്ലാവർക്കും, അവിടെ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ജാതിയോ മതമോ ഒന്നുമില്ല. അത് ആ വ്യക്തി, അതായത് മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി സംരക്ഷകനാണ്. ആ സംരക്ഷകന് വേണ്ടി ഞാൻ കവിത എഴുതി. എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അല്ല, അതിപ്പോ ഈ പാട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻകാര് ഈ പാട്ട് വായിച്ചു നോക്കിയല്ലോ. പിന്നെ അവരെന്തു പറഞ്ഞു? അത് പറയാന്ന് വെച്ചാൽ അതിൽ വേറൊന്നും ഇല്ലല്ലോ. ആരെയും പുകഴ്ത്തുകയോ ഇകഴ്ത്തുകയോ ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി ചെയ്യുന്നതായ കാര്യങ്ങൾ അതേപടി ഞാൻ എന്ത് ചെയ്തു, കവിതാ രൂപേണ. എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ചു. വിപ്ലവാത്മകമായ കവിത എഴുതാൻ പറഞ്ഞു. വിപ്ലവം ഇതിൽ ഒരു വരിയിൽ ഇപ്പൊ ഒരു സ്വാഗതം പറഞ്ഞിട്ടില്ല, സ്തുതി പറഞ്ഞിട്ടില്ല. ചെമ്പടക്കി കാവലാൾ, ചെങ്കനൽ കണക്കൊരാൾ, ചെങ്കൊടി കരത്തിലേറി കേരളത്തെ നയിക്കയായി സമരധീര സാരഥി പിണറായി വിജയൻ. സമരധീര സാരഥിയായ പിണറായി വിജയനെ കുറിച്ചാണ് പാട്ട്. അതെ, അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുക. സമരധീര സാരഥി എന്ന് പറയുന്നത് ഒരു വെള്ളപ്പാച്ചിലുണ്ടായി, അതിൽ ജനങ്ങളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കുറിച്ചോ പ്രത്യയശാസ്ത്രത്തെ കുറിച്ചോ സംഘടനയെ കുറിച്ചോ ഒന്നുമല്ല, പിണറായി വിജയൻ എന്ന വ്യക്തിയെ കുറിച്ച് മാത്രമാണ്. അതെ അതെ, മുഖ്യമന്ത്രിയെ കുറിച്ചാണ് ഞാൻ എഴുതിയത്. ഇതിലും വേഗം മരിക്കുന്ന ഈ ജീവിതം എനിക്ക് മതിയായി. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് അതിന്റെ ഒരു ആധുനിക വേർഷൻ, നമ്മൾ 2025 2.0 എന്നൊക്കെ പറയുന്ന വേർഷനാണ് താങ്കൾ എഴുതിയത്. നല്ല കവിതയാണ്, കൊള്ളാം. അല്ല, കവിത കൊള്ളാം, പക്ഷേ അതിലെ ആശയവും കൊള്ളാം. പക്ഷെ അതിന് പിന്നെ എന്താണ് തെറ്റ്? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? പിണറായി സാഹിബിനെ സ്തുതിച്ചു എന്ന് നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങളും പറയുന്നു. പിണറായി സാഹിബിനെ സ്തുതിച്ച് എന്താ സ്തുതിച്ച് പറഞ്ഞുകൂടെ? കേരളത്തിലെ മുഖ്യമന്ത്രി നമ്മളെ സംരക്ഷിക്കുമ്പോൾ ആ സംരക്ഷകന് വേണ്ടി ഒരു കവിത എന്തുകൊണ്ട് എഴുതിക്കൊടുക്കും പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ പറഞ്ഞ, കാലാകാലങ്ങളായി അധികാര സ്ഥാനത്തുള്ള ആളുകളെ സ്തുതിക്കുക, അവർക്ക് ഇതുപോലെ മംഗളപത്രം എഴുതുക. പണ്ട് ഈ കാർത്തിക തിരുനാളിന്റെ കാലത്ത് കുഞ്ചൻ നമ്പ്യാർ ഇവിടെ തിരുവനന്തപുരത്ത് സദസ്സിലുണ്ടായിരുന്നു. അന്നാണ് അദ്ദേഹം ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്നെഴുതിയത്. ഇവിടുത്തെ പവിത്രത കൂടി നശിപ്പിക്കണം അല്ലേ? ശുംഭൻ എന്ന് വിളിച്ചോണ്ട് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ശുംഭൻ എന്ന് പറഞ്ഞാൽ പ്രകാശം പരത്തുന്നവൻ എന്നർത്ഥമുള്ളൂ. ശരി, ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ, താങ്കളെ
താങ്കളുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചൊരു സംഘടന അല്ലെങ്കിൽ ഒരേ പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന സംഘടനയാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ. ഇതൊരു ഇൻസ്പിറേഷൻ കാണുന്നുണ്ട്. നാളെ നമുക്ക് കെ രാജനെ വിളിച്ചിട്ട് ചെങ്കൊടിക്ക് കാവലാൾ ചെങ്കനൽ കനക്കൊരാൾ എന്നൊരു പറഞ്ഞു വേറൊരു പാട്ട് നമുക്ക് ചിത്രസേന ചേട്ടനെ കൊണ്ട് എഴുതിച്ചാലോ? മനസ്സിലായില്ലേ ഈ പൊട്ടനെ മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടനെ മനസ്സിലായിട്ടില്ല. ജിഞ്ചുറാണിയോ കെ രാജനെയോ ആരെങ്കിലും വിളിച്ചിട്ട് പക്ഷേ എനിക്ക് ഈ പാട്ട് നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല ചിത്രസേന എഴുതിയായിരുന്നാലും അതിന്റെ ട്യൂണായിരുന്നാലും നല്ല ആവേശകരമാണ്. ഇന്നലെ മെനഞ്ഞാന്നോ സോണാമാർഗിലെ ഒരു ഉദ്ഘാടനം നമ്മൾ കണ്ടു. നരേന്ദ്രമോദി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വരുന്ന ഒരു വരവുണ്ട്. ഒരു ജീപ്പൊക്കെ അലങ്കരിച്ച് വലിയ കൊമ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു വേറൊരാളെ ഒരു അറ്റയിറക്കി. അത് കാണുമ്പോൾ ഒരു പലരും സോഷ്യൽ മീഡിയയിൽ വലിയ അത് പുകഴ്ത്തുന്നവരുണ്ട്, വാഴ്ത്തുന്നവരുണ്ട്. അപ്പുറത്തെ വീട്ടിലായില്യം വന്ന ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. എന്നാ പെണ്ണ് കേറി വന്നോ അന്ന് തീർന്നു എന്റെ മനസ്സമാധാനം. നമ്മുടെ വീട്ടിലെ കൊച്ചു കൊള്ളൂല തന്നെ എന്തിനാ അയലൊക്കത്തെ കൊച്ചിനെ കുറ്റം പറയുന്നത്? ഇവിടെ അതിനകത്ത് ഈ പാട്ട് മുഴുവനും കേൾക്കുമ്പോൾ അങ്ങനെ ഒരു പുകഴ്ത്തലോ വാഴ്ത്തലോ ആയില്ല. ബാക്കി പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാം, ഞങ്ങൾക്കും ഉണ്ടാവാം, അങ്ങോട്ട് പലർക്കും ഉണ്ടാവാം. പുകഴ്ത്തലോ വാഴ്ത്തലോ അല്ലാത്ത ഏത് വരിയാണുള്ളത്? മാഡത്തിനോട് ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. എന്തിന്? മുഴുവൻ വരികളും പുകഴ്ത്തലാണ്. ഞാൻ ഇപ്പൊ നരേന്ദ്രമോദിയെ എങ്ങനെ പാടി പുകഴ്ത്തുന്നോ അതുപോലെയുള്ള ഒരു മെക്കാനിസമാണ് ഇതും. അത് താങ്കൾ കുറച്ചുകൂടി വരികൾക്കിടയിലൂടെ പറയാതെ കൃത്യമായി പറഞ്ഞാൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് ഈ പാട്ടിന്റെ ഒരു സൗന്ദര്യം നമ്മൾ എപ്പോഴും കുറച്ചുകൂടി സംഗീതം ആസ്വദിക്കുന്ന ഒരു സംഗീത ആസ്വാദനത്തിന്റെ ഫലമായി നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു വിപ്ലവഗാനം കേൾക്കുമ്പോൾ നമ്മളെ പോലെയുള്ള അല്പം അത്തരം ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വരികളൊക്കെ വരുമ്പോൾ നമ്മളത് ആഹ്ലാദിക്കും. സത്യത്തിൽ ഈ പാട്ട് ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു. എന്താണ് എനിക്കും കൂടി ഒന്ന് പറഞ്ഞാടാ. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? എനിക്ക് മറ്റൊരു ആംഗിളാണ് എനിക്ക് എൻ്റെ മനസ്സിലാക്കാൻ തോന്നിയത്. ഈ സംഘടനാ പ്രവർത്തനത്തെ സംബന്ധിച്ചും ഇന്നത്തെ സിവിൽ സർവീസിനെ സംബന്ധിച്ചും ജനപക്ഷ സിവിൽ സർവീസിനെ സംബന്ധിച്ചുള്ള ചർച്ച അത് കുറച്ചുകൂടി ഇത് അത്രത്തോളം അങ്ങനെ ഒരു ചർച്ചയാണോ എന്റെ മനസ്സിൽ? അല്ല, ഇതിനിപ്പോ ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞില്ല. ഇപ്പൊ മന്ത്രിമാരെ വിളിച്ചില്ലെങ്കിൽ ഇപ്പൊ പിണറായി വിജയന് മാത്രം മതി പാട്ട്. ബിനോയ് വിശ്വത്തെ കുറിച്ച് നിങ്ങളൊരു പാട്ടിറക്കുന്നത് ആലോചിക്കുന്നു. നമ്മള് ചേട്ടാ ഈ രാമായണം എഴുതിയതോ കാട്ടാളല്ലേ? ആണ്. മനുഷ്യർക്ക് മാറാൻ പറ്റില്ല ഒന്നുമില്ല. ജിൻഡോ ജോൺ, മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്നുള്ളത് നമ്മൾ ഭാഷ പഠിക്കുമ്പോൾ ഉപമ പഠിക്കാനൊക്കെ ആദ്യമായി അധ്യാപകർ ചൂണ്ടിക്കാണിക്കുന്ന വരികളാണ്. അതേ കാലഘട്ടം നമ്മൾ ജനാധിപത്യം പുലർന്ന് 75 വർഷം കഴിയുമ്പോഴും വേറൊരു രൂപത്തിൽ വരുന്നു എന്നാണോ? നല്ല അടാറ് പഞ്ഞിക്കടലായിരിക്കണം, സ്മൂത്ത് ആയിരിക്കണം, വിടവുണ്ടാകരുത്, നടക്കാൻ പറ്റും. അഭിലാഷേ, ഇതില് ഇവരുടെ നേതാവിനെ പുകഴ്ത്തുന്നതിന് കുഴപ്പമില്ല. കാരണം തമ്പ്രാന്റെ അടിമകൾക്ക് തമ്പ്രാനെ പുകഴ്ത്താനുള്ള അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ തിരുത്താൻ ഞാൻ ആരുമല്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് വേണം അവന്മാര് ചിരട്ട കുണ്ടന്റെ നെഞ്ചാങ്കോട്ടേക്കിട്ട് പൊട്ടിക്കാൻ. അപ്പൊ നിനക്ക് സന്തോഷമാവുമല്ലോ. ഇടി അവരോട് ഉടക്കാൻ കൊള്ളില്ല, അടുക്കാൻ ഒട്ടും കൊള്ളില്ല. തല്ലിപ്പുളികളാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നാട്ടുകാരുടെ ജനവികാരം ഇവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരുടെ വികാരം ഇവർക്ക് മനസ്സിലായിട്ടുണ്ടോ? 2016 മുതലുള്ള DA കുടിശ്ശികയും 2019 മുതലുള്ള ശമ്പള വർധനവ് മൂലം കിട്ടേണ്ട ആനുകൂല്യങ്ങളും അതൊക്കെ കിട്ടാതിരിക്കും പാട്ട് പാടിയിട്ടെങ്കിലും അത് കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. പക്ഷെ ഇവിടെ ചെമ്പടയ്ക്ക് കാവലാൾ എന്ന് പറഞ്ഞാൽ അത് TP ചന്ദ്രശേഖരനെ കൊന്നുകളഞ്ഞ, പെരിയ കേസിലെ കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്നുകളഞ്ഞ, ഷുഹൈബിനെയും ഷുക്കൂറിനെയും ഒക്കെ കൊന്നുകളഞ്ഞ ആ ചെമ്പടയ്ക്ക് കാവലായിട്ടുള്ളതാണെങ്കിൽ എക്സാക്ട്ലി റൈറ്റ് ആണ്. അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ? ചെങ്കനൽ കണക്കൊരാളെന്ന് പറഞ്ഞാൽ അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയെ കുറിച്ച് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ RSSന് അടിമവേല ചെയ്യുന്ന ADGPയെ കുറിച്ച് ചോദിക്കുമ്പോഴോ വോയിസ് റെസ്റ്റ് എടുത്തുകൊണ്ട് ഒളിച്ചോടുന്ന ആളെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ചെങ്കനൽ കണക്ക് എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം ശരിയാകണമെന്നില്ല. എന്താ വിശ്വാസമാവില്ലേ? നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കുക, എന്നിട്ട് നമ്മൾ വിശ്വസിക്കാം. ചെങ്കൊടി കയ്യിലേന്തിയെന്ന് കഴിഞ്ഞ 8.5 വർഷക്കാലത്തെ ആഭ്യന്തര വകുപ്പിന്റെ നയപരിപാടികൾ മനസ്സിലാക്കിയാൽ അറിയാം. ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ കയ്യിലിരിക്കുന്നത് ചെങ്കൊടിയല്ല, RSSന്റെ കാവിക്കൊടിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാകാൻ സാധ്യതയില്ല. ഇനി കേരളം നയിക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം നന്നായിട്ട് തന്നെ നയിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഈ നേട്ടത്തിൽ ഒരു മലയാളിയും അഭിമാനം കൊള്ളണം, ഇതൊരാഘോഷമാക്കി മാറ്റണം. അതിന് ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന കവി പറയുന്നത് എന്താ? മറ്റ് രാജ്യങ്ങളിൽ പോലും പോയി, വിദേശത്ത് പോയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ തേടിക്കൊണ്ടുവരുന്നു, സമ്പത്ത് തേടിക്കൊണ്ടുവന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. അതായിരിക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹവും മകളും ജീവിത പങ്കാളിയായിട്ടുള്ള ആളും മരുമകനും കുട്ടിയും എല്ലാവരും കൂടിയിട്ട് വിദേശത്ത് യാത്ര നടത്തിയത്. അത് കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടത് തേടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും
ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തില് നമ്മൾ മലയാളികളെ കുറെ കവിതയൊക്കെ താങ്കൾ ഉദ്ധരിച്ചല്ലോ, മലയാള കവിതയുടെ വിപ്ലവകരമായിട്ടുള്ള ഈ മാറ്റം കാണുമ്പോൾ കേരളത്തിലെ CPM-ന്റെ സാധാരണപ്പെട്ട സഹാക്കർ പുളകം കൊള്ളുന്നുണ്ടാവും. കാരണം ബംഗാളിനും ത്രിപുരയ്ക്കും സമാനമായിട്ട് കേരളത്തിലെ കാര്യങ്ങൾ മാറുന്നുണ്ട്. എന്ത് പ്രസക്തിയാണുള്ളത്? എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തോ, അനിൽകുമാർ. ഇത്തരം കവിതകൾ എഴുതുന്ന ആളുകൾ, ഈ ആളുകളെയൊക്കെ നമ്മൾ എന്താ പറയാ, ഈ കാലിന്റെ പണിയെടുക്കുന്ന ആളുകൾക്ക്, ചിത്രഗുപ്തന്റെ പണിയെടുക്കുന്ന ആളുകൾക്കൊക്കെ കാറും മറ്റ് ജോലിയും പുനർനിയമവും ഒക്കെ കിട്ടുമ്പോ സാധാരണ മനുഷ്യർക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കണ്ടേ? എവിടെ കാറ്? എനിക്ക് വിശക്കടൂ, 7 ദിവസം ആഹാരം കഴിച്ചിട്ട്. ഫീനിക്സ് പക്ഷിയാണെന്നാണ് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ. കേരളത്തിലെ CPM-ന്റെ ഫിനിഷിംഗ് പക്ഷിയാണ്. കേരളത്തിലെ CPM-നെ ഫിനിഷ് ചെയ്യാൻ പോകുകയാണ്. കുടിശ്ശിക കൊടുക്കാത്തതിന്റെ പേരിൽ ബണ്ണും പാലും കൊടുക്കാത്ത കുട്ടികളുടെ ആശുപത്രി ഉണ്ട് തിരുവനന്തപുരത്ത്. അത് കൊടുക്കാനായിട്ട് ഈ ഫീനിക്സ് പക്ഷിക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ തമിഴന്മാർക്ക് പണക്കാരെ ബഹുമാനിക്കാൻ അറിയാം. നമ്മൾ ഇത്തിരി തൈർസാദം വാങ്ങിച്ചു കൊടുത്താൽ ആജീവനാന്തം അവർ ആ കൂറ് കാണിക്കും. 1 കിലോ അരി വാങ്ങിച്ചു കൊടുത്താൽ അവർ നമുക്ക് വോട്ട് ചെയ്യും. ഇവിടെ ഉള്ളവന്മാർക്ക് ഒരു ഫുൾ ബോട്ടിൽ ബ്രാൻഡിയും 5000 രൂപയും കൊടുത്താൽ അത് വാങ്ങിച്ചടിച്ചിട്ട് എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. അല്ലെങ്കിൽ കത്രിക വയറ്റിൽ കുടുങ്ങിയിട്ട് വീട്ടിൽ പോയ ഒരു സ്ത്രീക്ക് നീതി ഉറപ്പാക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ICU-ൽ പോലും പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ? എന്തിനാ നമ്മിപ്പിങ് വന്നത്? പ്രായച്ചിത്തം. ഈ കവിത ചൊല്ലേണ്ടത് പെൻഷൻ കിട്ടാത്ത 5-6 മാസക്കാലമായിട്ട് പെൻഷൻ കിട്ടാത്ത സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ മുമ്പിൽ പോയി നിങ്ങൾ സ്റ്റേജ് കെട്ടിയിട്ട് ഈ കവിത ചൊല്ലണം. അതുപോലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ, കാലിയായിട്ടുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ അല്ലെങ്കിൽ ഉള്ളതിന് വില വർദ്ധിപ്പിക്കുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റിന്റെ മുമ്പിൽ പോയി സാധാരണ മനുഷ്യരുടെ കൗളത്തെ തട്ടിക്കൊണ്ട് നിങ്ങൾ ഈ കവിത ചൊല്ലി കേൾപ്പിക്കണം. ശമ്പളം മുടങ്ങുന്ന KSRTC-യിലെ ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള ഉദ്യോഗസ്ഥരോടെങ്കിലും ഈ കവിത ചൊല്ലി കേൾപ്പിക്കണം. അയ്യോ, എന്നൊന്നും ചെയ്യരുത്. അപ്പൊ പേടിയുണ്ടല്ലേ? അറിയാതെ പറ്റിപ്പോയതാണ്, എനിക്ക് മാപ്പ് തരണം. കാരുണ്യ പദ്ധതി നിർത്തലാക്കിയ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള ചികിത്സാ സഹായം പോലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാത്ത, ഹീമോഫീലിയ രോഗികൾക്കുള്ള ചികിത്സാ സഹായം പോലും കൊടുക്കാൻ പറ്റാത്ത ഈ സർക്കാരിന്റെ പ്രതിനിധികളായിട്ട് നിൽക്കുന്ന മുഖ്യമന്ത്രിയെ നയിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ചിട്ടാണ് ഈ വാഴ്ത്തുപാട്ടെന്ന് ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വീട്ടിൽ പോയി നിങ്ങൾ പാടിക്കേൽപ്പിക്കണം. ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ്. നമ്മൾ അത് ഉണ്ടാക്കണ കലാകാരനും. പണ്ട് ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടല്ലാത്തോണ്ട് ഞമ്മക്ക് ഗപ്പൊന്നും കിട്ടിയില്ല എന്ന് മാറി. വിലക്കയറ്റം കൊണ്ട് ദുരിതം പിടിക്കുന്ന മനുഷ്യരെ, അല്ലെങ്കിൽ തൊഴിലില്ലായ്മ കൊണ്ട് ദുരിതം പേറുന്ന മനുഷ്യരെയൊക്കെ ഈ കവിത ചൊല്ലി പുളകം കൊള്ളിക്കണം. ഇത്തരം ചിത്രഗുപ്തന്മാർക്ക് കാറ് കിട്ടും, ജോലിയിൽ പുനർനിയമനം കിട്ടും, മറ്റു പല സൗകര്യങ്ങളും കിട്ടും. സാധാരണ മനുഷ്യർക്ക്, സാധാരണ സഖാക്കന്മാർക്ക് പിണറായി വിജയൻ എന്ന് പറഞ്ഞ സഖാവ് എന്ത് കൊടുത്തു എന്നുകൂടി നിങ്ങളൊന്ന് പറഞ്ഞേ. നിന്നെ ഒരുത്തന് വിശ്വസിച്ച് ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? ആരെയൊക്കെയാണ് ഞാൻ വെല്ലുവിളിച്ചത്? അപ്പോഴൊക്കെ എന്റെ മുതലാളിക്ക് ഒന്നും വരുത്തരുത് എന്ന് ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ടായി. സാധാരണ ജനത്തിനും പ്രശ്നമുണ്ട്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ എന്നുള്ള നിലയിൽ അറിയാം, വിവിധ ക്ഷേമ പദ്ധതികൾ, വിവിധ ക്ഷേമ പരിപാടികളൊക്കെ മുടങ്ങിയതിന്റെ ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഇതുപോലെയുള്ള സ്തുതികളൊക്കെ വെച്ചൊരു പാട്ടിറക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനൊരു പണി കൊടുക്കുന്നത് പോലെയല്ലേ? നിങ്ങൾ ട്രോളിയതാണോ എന്ന് ജീവനക്കാർ വന്ന് ആരെങ്കിലും ചോദിച്ചോ? ആഗ്രഹം കൊള്ളാം. എല്ലാം എന്റെ തലയെ കെട്ടിവെച്ചിട്ട് വെളുപ്പിനെ മുങ്ങാനുള്ള പരിപാടിയായിരുന്നല്ലേ? ഞാൻ അളീനൊന്ന് ഏപ്രിൽ ഫുൾ ആക്കിയതല്ലേ? ആയില്ല. ഈ സെപ്റ്റംബറിലോ? അതിലൊരു സ്തുതിപാഠക സ്വഭാവമില്ല, അതൊരു വ്യക്തി ആരാധനയല്ല, അത് ഒരു കോമൺ കോസ്. ഞാൻ പറഞ്ഞതല്ലോ, ഇതിൽ കോസ് ഒന്നുമില്ല. ഇതിൽ ഒരു മനുഷ്യനെ പ്രകീർത്തിക്കുന്നില്ല കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിൽ കോസും റിഫ്ലക്ട് ചെയ്യുന്നില്ല. എന്ത് കോസ് ഒരു വാചകം, ഒരു വരി സ്വാഭാവികമായി ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ചൊന്നുമല്ല. നേതൃത്വം നൽകുന്ന ഒരാളെ കുറിച്ച് ആ ഒരു വാക്കുണ്ടായേക്കാം, ചിലപ്പോൾ അതിന് ദ്യോതിപ്പിക്കുന്ന പദപ്രയോഗമായിരിക്കാം. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. താങ്കളൊരു കവി എന്നുള്ള നിലയിൽ ഭാഷ അറിയുന്ന ആൾ കൂടിയാണല്ലോ. മലയാളത്തിൽ നിന്ദാസ്തുതി എന്നൊരു അലങ്കാരം ഉണ്ട് അല്ലേ? അതാണോ ഈ കവിതയിൽ യൂസ് ചെയ്തിരിക്കുന്നത്? ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. കാര്യം ഈ പറഞ്ഞതായ സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യം. സീരിയസ് ആയിട്ടാണ് ഞാൻ പറയട്ടെ. ഇതില് ഏതെങ്കിലും വാക്ക് സ്തുതിയായിട്ടുണ്ടോ? സ്തുതിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ ഇതെല്ലാം ഇവിടെ നടന്നതല്ലേ? ഇവിടെ നിന്ദാസ്തുതിയാണോന്ന്? ഏയ്, ഇത് എല്ലാം യാഥാർത്ഥ്യ ബോധത്തിന്റെ ഒരു പച്ചയായ മനുഷ്യന്റെ ചിത്രമാണ് ഞാൻ വരച്ചു കാണിച്ചിരിക്കുന്നത്. ഈ നാടിനെ സംബന്ധിച്ച് അത് നേരാ. സ്ഥാനമോഹമില്ല, സ്വാർത്ഥതയില്ല, നാട്ടുകാരുടെ നന്മ, അതേ ഉള്ളൂ രമേശൻ നായരുടെ ഉന്നം. ഓ, കോലമോടൻ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ സാർ ഒന്നും ചെയ്യില്ല. ഒന്ന് കാണാൻ എന്താ വഴി? ഇന്ന് പ്രയാസം. എന്റെ രചന എന്ന് പറയുന്നത് എന്റെ അവകാശമാണ്. എന്റെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ മറ്റാർക്കും അധികാരമില്ല. അത് എന്റെ സൃഷ്ടിപരമായ
എൻ്റെ ഇഷ്ടം. ശ്രീ ജയേന്ദ്രൻ കല്ലിങ്കൽ, ഇതിപ്പോ ഇതേ സർക്കാർ വന്നതിന് ശേഷം സർക്കാർ ഓഫീസുകളിലെ ആഘോഷങ്ങൾ പോലും ഒഴിവ് സമയങ്ങളിൽ ഉച്ചയ്ക്കുള്ള ബ്രേക്കിന്റെ സമയത്തോ ഓഫീസ് സമയം കഴിഞ്ഞിട്ടോ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒരു തരത്തിലും വരാത്ത വിധത്തിൽ ചെയ്യണം, ക്രമീകരിക്കണം എന്ന് നിർദ്ദേശിച്ച സർക്കാരാണ്. അതാ പറയുന്നത്, ഞങ്ങളുടെ വിഷമങ്ങൾ നിർമ്മാതാക്കൾ മനസ്സിലാക്കുന്നില്ല. പോട്ടെ, ഞങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞ് നേരം ഞാൻ കളയുന്നില്ല. പച്ചാളം ഓബറോയ് ഹോട്ടലിൽ വിളിച്ച് എന്റെ ലഞ്ച് കൊണ്ടുവരാൻ പറയൂ. ഇപ്പോ സെക്രട്ടേറിയറ്റ് പോലെ ഭരണസിരാ കേന്ദ്രത്തിൽ നിന്ന് ജീവനക്കാർ കൂട്ടത്തോടെ ഇറങ്ങിപ്പോയി സ്തുതിഗീതം പാടുകയും ജോലി തടസ്സപ്പെടുകയും ചെയ്യുന്നതൊക്കെ ശരിയായ രീതിയാണോ? ഇതൊക്കെ ജനങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യമാണോ? ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവധി സമയത്ത് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു പരിപാടിയല്ല. നമുക്ക് വൈകുന്നേരം വെക്കാലോ, 5 മണിക്ക് വെക്കാലോ. 5 മണിക്ക് വെക്കാന്നുള്ളത് അവരോരോ പരിശോധന. ഞാൻ അതിനെ കുറിച്ച് നമുക്ക് അതിനകത്ത് മറ്റൊരു ആസ്പെക്ട് പറയാം. അന്റെ പേരെന്താന്നാ പറഞ്ഞ? ജീവൻ. മോനെ ജീവ, ഇതും ജീവൻ വച്ചുകൊണ്ടുള്ള കളിയാണ്. ജീവനക്കാരും അതുപോലെ തന്നെ സാധാരണ മനുഷ്യരൊക്കെ വ്രണിത ഹൃദയരാണ്. കാരണം എന്തുമാവട്ടെ, ആളുകൾ അസ്വസ്ഥരാണ്. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു പാട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ആളുകൾ തമാശയായിട്ട് എടുക്കുമോ അതോ സീരിയസ് ആയിട്ട്? ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് അത് നമ്മൾ ഇപ്പോഴും ഇപ്പൊ നേരത്തെ പൂവത്തൂർ പറഞ്ഞതുപോലെ ഒരു ആവിഷ്കാരത്തിന്റെ ഒക്കെ പ്രശ്നം അതിനകത്തുണ്ട്. അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൊന്നും എനിക്ക് എതിരെ അഭിപ്രായമില്ല. കേൾക്കുന്ന ഒരു ഇടതുപക്ഷ ജീവനക്കാരന് രോമാഞ്ചമാണോ വരുന്നത് അതോ അയ്യെന്ന് തോന്നുമോ? അതാണ് എന്റെ ചോദ്യം. അത് വിഷമമുള്ള ചോദ്യമാണ് അല്ലേ? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. ശരി ശരി. ശ്രീ ജിൻഡോ ജോൺ, ഇനി ഇതിപ്പോ കേരള രാഷ്ട്രീയത്തിലെ ഒരു നടപ്പ് ശീലമായി വരുമോ? മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് പാട്ട് എന്നുള്ളത് ഒരു ചടങ്ങായിട്ട് വരുമോ ഇനി? അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരുടെ സുവർണ ജൂബിലി മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരളത്തിൽ 1,26,000 കുടുംബങ്ങൾ ലൈഫ് മിഷന്റെ അടുത്ത ഗഡു കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ട്. അവരുടെ മുമ്പിലാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ജോലി സമയത്ത് പോയി ഇത്തരം സമ്മേളനങ്ങൾ നടത്തി പാട്ട് ആസ്വദിക്കുന്നത്. ആശാനെ, അത് വേണോ? അവനെ ഒന്ന് പേടിപ്പിച്ചു വിട്ടാ പോരെ. കൈവെട്ടില്ലെങ്കിൽ ചെമ്പലിക്ക് കൈ തിന്നാൻ പറ്റൂടാ. ഹക്കീമേ, ഞാൻ പറയുന്നത്, നിങ്ങൾ പാട്ടാസ്വദിക്കുന്നതിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ അത് ലീവ് എടുത്ത്, ശമ്പളത്തോടെ പോയി പാട്ടാസ്വദിക്കണമെന്ന് നിർബന്ധമില്ല. ലീവ് എടുത്ത് ഇരുന്ന് നിങ്ങൾ പാട്ടാസ്വദിക്കണം. നിങ്ങൾ ഇന്ന് സമ്മേളനം നടത്തുമ്പോൾ പോലും നിങ്ങൾക്ക് ശമ്പളം തരാൻ വേണ്ടിയിട്ട് കേരളത്തിലെ സാധാരണക്കാർ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വലിയ വില കൊടുത്ത് മേടിക്കുമ്പോൾ അതിൽ നിന്ന് നികുതി വരുന്നുണ്ട്. അപ്പൊ നിങ്ങളത് ആസ്വദിക്കുന്നു എന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഞങ്ങൾക്ക് പരമപുച്ഛമാണ് പറയാനുള്ളത്. രാജേന്ദ്രൻ സാർ പൊയ്ക്കോളൂ, ഇത് നടേശനും പിള്ളേരെ നോക്കിക്കോളാം. നടേശ കൊല്ലണ്ട സാർ. ഈ പാട്ട് എഴുതിയ കവിയുണ്ടല്ലോ, ആ കവിക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് സംരക്ഷകനായിരിക്കും മുഖ്യമന്ത്രി. കാരണം അദ്ദേഹത്തിന് പുനർനിയമനം കിട്ടി എന്നാണ് നമ്മൾ അറിയുന്നത്. ഉദ്യോഗസ്ഥരുണ്ടല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുന്നിലൂടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മുട്ടിലഴഞ്ഞ് സമരം ചെയ്ത പെരുമഴയത്ത് കണ്ണീരോടെ വീട്ടിൽ പോയ കുറെ PSC ഉദ്യോഗസ്ഥകളില്ലേ, അവരിൽ ആർക്കെങ്കിലും ആ തൊഴിലൊന്ന് കൊടുത്തിരുന്നെങ്കിൽ അവരുടെ കുടുംബത്തിൽ കൂടി സന്തോഷത്തിന്റെ വെളിച്ചം വരില്ലായിരുന്നോ? അപ്പൊ ഇത്തരം കവികളൊക്കെ അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. എതിർത്തം കൈയാളുന്നത് വിവരമില്ലാത്തവരാണെന്ന് അവൻ പറഞ്ഞതിന്റെ അർത്ഥം ആശാൻ മണ്ടനാണെന്നല്ലടാ. അത് പിന്നെ അവൻ അഹങ്കാരിയാണ് ആശാനെ. ഇവിടെ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു ഭരണകർത്താവ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വിലാപങ്ങൾക്കും കണ്ണുനീരിനും നേരെ കണ്ണടച്ചുകൊണ്ട് കാതടച്ചുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹം മഹാനാണെന്ന് വാഴ്ത്തിപ്പാടുന്നു. ശരി, അതിനുമുമ്പ് ഈ വ്യക്തിപരമായ ആരോപണത്തിൽ താങ്കൾക്ക് മറുപടി പറയാനുണ്ടെങ്കിൽ പറയാം. അല്ല, ഞാൻ ഒരു പുരസ്കാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എനിക്ക് ഒരു വലിയൊരു കയറ്റത്തിന് വേണ്ടിയോ ഒന്നുമല്ല ഞാൻ ചെയ്തത്. സ്ത്രീധനം മാത്രം കണ്ടുകൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ഒരു സാധനമുണ്ട്. എന്നതാ? എന്റെ സ്വപ്നങ്ങൾ അതെല്ലാം തകർത്ത് കളഞ്ഞു. ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന്റെ ആ നല്ല പ്രവർത്തനങ്ങളെ ഇന്നതുപോലെയാണ് എന്ന് ഞാൻ സഹൃദയ സമക്ഷം സമർപ്പിച്ചു. അല്ലാതെ ഞാൻ അതിൽ വേറൊന്നും കണ്ടില്ല. സുഹൃത്തിന് എന്താണോ തോന്നുന്നത് അത് വാഴ്ത്തുപാട്ടാണോ വെച്ചോ. അപ്പം സാധാരണ തോന്നുന്നത് അത് ഒരു സ്വാഗതഗാനമാണ് വെച്ചോ, വേറൊരാൾ തോന്നുന്നത് വിപ്ലവമാണ് വെച്ചോ. എന്താണോ അവരുടെ പിണറായി വിജയൻ എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവുക? എടോ തിരുമണ്ട, അന്നെയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് കണ്ട ചാനലുകാരുടെ മുന്നിൽ വിഡിത്തം വിളമ്പി ആളാവാനല്ലടോ. തന്റെ വിവരമില്ലായ്മയ്ക്ക് ഞാനും കൂടി സമാധാനം പറയണോടോ. സഖാവേ, ഞാൻ ആ ഊള മലയോര കോൺഗ്രസ്സുകാരും ആ തൂപ്പ് പാർട്ടിക്കാരും ഒന്ന് ഞെട്ടിക്കോട്ടെ എന്ന് കരുതി. എന്നാ തന്റെ ഉദ്ദേശം നടന്നു. ഞെട്ടി അവരല്ല, ഞാൻ, നമ്മുടെ പാർട്ടി. ഇപ്രാവശ്യം അന്റെ വക്കാലത്ത് പിടിക്കാൻ പാർട്ടിയെ കിട്ടൂല. താൻ നേരെ വിട്ടോ പൂജപ്പുരയ്ക്ക്. ഭരണാധികാരി, ഇത്രയും ശ്രേഷ്ഠമായ ഒരു ഭരണാധികാരിയെ പറ്റി ഒരു കവി എന്നുള്ള നിലയിൽ ഞാനൊരു കവിത എഴുതിയാണ്. ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട ഒരു കാര്യം. പണ്ടത്തെ രാജാക്കന്മാര് പുരസ്കാരമൊക്കെ നൽകുമായിരുന്നു. കന്യാകുമാരി ഗുഹയ്ക്കകത്ത് 4 ക്യാമറയും 4 ചുറ്റി നരേന്ദ്രമോദി നടത്തിയ ഒരു ഷോ നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. അത് എന്തൊരു വൈകൃതമായിരുന്നു അത്. അത് ജനാധിപത്യം. നരേന്ദ്രമോദിയെ ചാരി പിണറായി വിജയൻ അടിക്കുകയാണോ? എവിടെങ്കിലും പോയി കുടിച്ച് പൂസായി കിടന്ന് സ്വപ്നം കണ്ടിട്ട് വന്ന്
ഈ മിന്നൽ ബാബുന്റെ സമയം മെനക്കെടുത്തിയോണ്ടല്ലോ നിനക്കെന്റെ സ്വഭാവം അറിഞ്ഞുവിടാ. അങ്ങനല്ല, ആ തരത്തിലല്ല പറഞ്ഞത്. ആ ഒരു തലത്തിൽ കാണരുത്. എന്ന് വെച്ചാൽ ഇത് പാട്ട് മോശമായിരുന്നെങ്കിൽ ഇപ്പം ആരും ചർച്ച ചെയ്യില്ല. ഈ പാട്ടിന് ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം ഉള്ളതുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടത്. ആ അതാണ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ പണ്ടും ഇപ്പൊ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ എന്ന് പറഞ്ഞതിൽ സൗന്ദര്യമില്ലേ? എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? കാലത്തിനനുസരിച്ച് മാറണ്ടേ? എപ്പോഴും നമുക്ക് പഴയതുപോലെ, കാരണം ഇപ്പൊ ഒരുപാട് മാറ്റം വന്നില്ല. ലോകം മാറിയില്ലേ? ലോകം മാറി എങ്ങനെയാണ് ആ മാറ്റം വലത്തോട്ടാണ്. വ്യക്തി കേന്ദ്രീകൃതമായി ഏതെങ്കിലും ഒരു ബിംബങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള മാറ്റമാണ് വരുന്നത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഈ നമ്മൾ 30-35 കൊല്ലം മുമ്പാണ് ശ്രീനിവാസനും അതുപോലെ തന്നെ സത്യനന്ദിക്കാടും കൂടി സന്ദേശം എന്ന് പറഞ്ഞ സിനിമ ഇറക്കുന്നത്. ഇപ്പോഴും കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സറ്റയർ ആയിട്ട് നമ്മൾ കാണുന്നത് ഈ സന്ദേശമാണ്. ആ സന്ദേശത്തിൽ ശ്രീനിവാസൻ പെണ്ണ് കാണാൻ പോകുന്ന രംഗമുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം വധുവിനോട്, നവവധു ആവാൻ പോകുന്ന പെൺകുട്ടിയോട് പറയുന്നുണ്ട്, ഒരു രക്തഹാരം ഞാൻ അങ്ങോട്ടിടും, ഒരു രക്തഹാരം ഇങ്ങോട്ടിടും, അതിനുശേഷം ഞങ്ങളുടെ സഖാക്കൾ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലുമെന്ന്. ഈ 35 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴാണ് ശ്രീനിവാസൻ ഇത് എഴുതുന്നെങ്കിൽ രക്തഹാരം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞങ്ങളുടെ സഖാക്കൾ പിണറായി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും എന്ന് എഴുതിയേനെ. ശവത്തി കുത്തരുത് ജഡ്ജിയമാനെ. ഏമാനെ നല്ലല്ലോ അന്ന് നീ എന്നെ വിളിച്ചത്. സാറെന്ന് വിളിക്കാറുണ്ട്, ജഡ്ജി എന്ന് പറയാറുണ്ട്. ഇവിടെ നവകേരള സൃഷ്ടി നടത്താൻ വേണ്ടിയിട്ട് നവകേരള ബസ്സിൽ പോയ മുഖ്യമന്ത്രി കേരളത്തിലെ സാധാരണക്കാരെ കണ്ടില്ല. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് ഇത്രത്തോളം വലിയ വാഴ്ത്തുപാട്ടുകൾ പാടിയിട്ട് കവിക്ക് ഇഷ്ടമുള്ളതൊക്കെ പാടും, അത് കവിയുടെ സ്വാതന്ത്ര്യമാണ്, ആരെതിർത്താലും ഞാനത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ നേരിട്ട് കാണുന്ന പല കാര്യങ്ങളും, അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഈ കവിതയെ ചോദ്യം ചെയ്യാനും പൊതുസമൂഹത്തിന് അവകാശം. കവിതയെ ഞങ്ങൾ ചോദ്യം ചെയ്യും. അമ്മയ്ക്ക് ആശുപത്രിയിൽ വെച്ച് കുഞ്ഞു മാറിപ്പോവുകയെല്ലാം ചെയ്തായിരുന്നോ? എനിക്കറിയില്ലട മക്കളെ, ഞാൻ സഡേഷനിലായിരുന്നു. ഈ വാഴ്ത്തുപാട്ട് പാടിയപ്പോ അദ്ദേഹം പറയുന്നത് എന്താ? ഇത് വാഴ്ത്തുപാട്ടാണോ? ആയിക്കോ, നിങ്ങൾ അങ്ങനെ പറഞ്ഞോ. വിപ്ലവഗാനമാണോ? നിങ്ങൾ അങ്ങനെ വെച്ചോ. അല്ലെങ്കിൽ ഇത് മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നതാണോ? അങ്ങനെ വെച്ചോ എന്നൊക്കെ പറയാണ്. ബ്ലാക്ക് ഹ്യൂമർ ആയിട്ട് കരുതിയാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞു. ബ്ലാക്ക് ഹ്യൂമറോ? അതെന്തോന്ന് സാധനം? അത് ഈ ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, ഇതൊക്കെ എഴുതിയപ്പോൾ അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ മുൻനിര നേതാക്കന്മാരിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടി എന്താ? പുനർനിയമനം വെച്ചോ, കാറ് വെച്ചോ, AC കാറ് വെച്ചോ, ഡ്രൈവറെ വെച്ചോ, മറ്റു സൗകര്യങ്ങൾ വെച്ചോ. അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഇല്ല. അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു.